ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്ന ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ചെറുതാണ്, എനിക്കൊന്നും ഷൂട്ടിംഗ് കാണാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ അടുത്തൊരുത്തൻ ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവനും കാണാനൊന്നും പറ്റിയിട്ടില്ല, ഇവൻ വളരെ ദൂരെയാണ്. എന്നിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഓരോ ഷോട്ട് കഴിയുമ്പോഴും ലാലേട്ടനും ശോഭനയ്ക്കും പഴവും പാലും കൊണ്ട് കൊടുക്കണം. അവർ വേണമെങ്കിൽ കഴിക്കും, വേണ്ടെങ്കിൽ തട്ടിക്കളയും. അങ്ങനെയാണ് ഇയാള് തള്ളുക, ഇരുന്ന് തള്ളുക. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ടോ, വേണ്ടെങ്കിൽ എന്തിനാ തട്ടിക്കളയുന്നത്, അത് പാവങ്ങൾക്ക് കൊടുത്തൂടെ, പഴവും പാലും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ കണ്ട പോലെ പറയാം, അവർ തട്ടിക്കളയും അങ്ങനെയാ, വേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഴവും പാലും കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടാ ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പോൾ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടം ഉദയം പേരൂർ ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ നടക്കുമ്പം ക്ലാസ് കട്ട് ചെയ്ത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ വിചാരം ഈ സിനിമയിലുള്ളവരൊക്കെ തിന്നുന്നത് എന്തോ കുറച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്, നമ്മൾ സാധാരണക്കാർ തിന്നുന്ന സാധനങ്ങളല്ല, ഇത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നൊരു വിശ്വാസത്തൊന്നും ഇല്ലാത്ത ഭക്ഷണമാണെന്ന് വിചാരിച്ച് അപ്പോൾ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കയറ് നൂണ്ട് അതിനകത്തൂടെ ആ കൂട്ടത്തിൽ കയറി അവിടെ കണ്ണാരേ കണ്ണാരേ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യണം. അതിൽ ഗ്രൂപ്പ് ഡാൻസേഴ്സ് അവരൊക്കെ ഇവരവിടെ നിൽക്കുമ്പം ഒരു ബേസിനിൽ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു, ഇവനും കിട്ടി 2 ബിസ്ക്കറ്റ്. അങ്ങനെ സിനിമ ഫുഡ് ആദ്യമായിട്ട് അവന് കിട്ടി. 2 ബിസ്ക്കറ്റ് തിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴേ ഇവൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക, എനിക്ക് എന്തോ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടെന്ന്. പിന്നെ നമ്മൾ സിനിമ വന്നപ്പോഴാണ് മനസ്സിലായി, ഇത് സാധാരണ ബിസ്ക്കറ്റും സാധാരണ വെള്ളവും. ആദ്യമായിട്ട് ഈ DTS ഡോൾബിയൊക്കെ വന്നിട്ട് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയി. ഞാനൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര സിനിമയൊന്നും കാണാത്ത ഒരാളുണ്ട്. പുള്ളി അത് കണ്ടിട്ട് വന്നൊരു ഇച്ചിരി വല്യപ്പന അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളി ഇങ്ങനെ ആ സിനിമ കണ്ടതിനെ പറ്റി പുള്ളി സഹവല്യപ്പന്മാരോട് തള്ളിക്കൊണ്ടിരിക്കുക. പുള്ളി ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിൻ്റെ കാര്യമൊക്കെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ പുള്ളി പറഞ്ഞു, അതെ പടം ഭയങ്കര പടവാ, പക്ഷേ നഷ്ടം വരും, അതിൻ്റെ കാശ് മുടക്കിയവന് കാശ് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കേട്ടേ പറയുന്നത്, ജുറാസിക് പാർക്ക് ലോകം മുഴുവൻ ഓടി ഇത്രയും രൂപ ഉണ്ടാക്കിയ ഒരു പടമായിട്ട് അതിന് നഷ്ടം. മനെ സിനിമയുടെ ചെലവ് എവിടെ കിടക്കുന്നതെന്ന് നിനക്കറിയാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലൊരാൾക്ക് സിനിമയുടെ കോസ്റ്റ് ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ ഇയാൾക്ക് അറിയാമോ എന്നാലും ഞാൻ പറഞ്ഞു, എന്താണ് അതിന് ചെലവ്? നീ അതിലെ ആ ജീവികളെയൊക്കെ കണ്ടോ, ദിനോസറിനെയൊക്കെ കണ്ടോ? ആ അതാ ചെലവ്. ഞാൻ പിന്നെ ഓർത്തു, അപ്പം ഗ്രാഫിക്സ് തന്നെ അതാണ് പുള്ളി ഉറപ്പായിട്ട് പറയുന്നത്. ചോദിച്ചു, ചേട്ടൻ ചെലവ് എന്താന്ന് പറ. ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആ ജീവിക്ക് ഒരെണ്ണത്തിന് ഒരു നേരം ഒരു പശുവിനെയാണ് കൊടുക്കുന്നത്. ഇത്രയും ജീവിക്കൂടെ എന്തോരം പശുവിനെ കൊടുക്കണമെന്നറിയാവോ? കെട്ടിയിറക്കി കറവയുള്ള പശുവിനെ കൊടുക്കണം. അവസാനമൊക്കെ എന്തോരം ജീവി അവൻ, ഒരു 100-150 പശു പെർ ഡേ ചിലവുണ്ടെന്ന് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. നാദർഷക്കയുടെ വണ്ടി ഓടിക്കാനൊക്കെ ആദ്യം ഒരു ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഗോപിച്ചേട്ടൻ ഒരു ദിവസം ഞങ്ങൾ ഉണ്ണാൻ പോയപ്പോൾ, അന്നൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോ റെൻറ്റിന് എടുക്കുമ്പോൾ AC ചേർത്ത് അങ്ങനെയൊക്കെ റെൻ്റ് എടുക്കുന്നത്. അപ്പോൾ AC ഓഫ് ചെയ്താലും കുറച്ച് നേരം ഈ മുറിക്കകത്തൊരു തണുപ്പുണ്ടാവും. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഈ ഗോപിച്ചേട്ടൻ കയറി അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങി. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കൺസോളിനകത്ത് കയറി ഉറങ്ങി പുള്ളി ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ അവിടെ ഉറങ്ങിപ്പോയിട്ട് നിന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ റെക്കോർഡിസ്റ്റ് വന്നിട്ട് വെറുതെ കുറച്ച് നേരം ആ കൂർക്കമ്പിൽ റെക്കോർഡ് ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്തിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം, 2 വർഷത്തിന് ശേഷം, ഞാൻ ഹൈക്കോടതി ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുമ്പം ഒരു അനൗൺസ്മെൻറ്റ് പോവുകയാണ്, മറൈൻ ഡ്രൈവിൽ സർക്കസ് വന്നതിൻ്റെ. ജംബോ റഷ്യൻ സർക്കസ്, വന്യമൃഗങ്ങളായ സിംഹം, പുലി, കടുവ, ഇതെല്ലാമായിട്ട്. എനിക്ക് അപ്പം തന്നെ സംശയം തോന്നിയിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളാണോ ജംബോ സർക്കസിൻ്റെ അനൗൺസ്മെൻറ്റ് എടുത്തത്? അവർ പറഞ്ഞു, ആ അതെ. ഞാൻ പറഞ്ഞ ആ പുലിയുടെ ശബ്ദം, അതെ ഗോപി തന്നെ.